വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് നവരാത്രി പ്രസാദമായിട്ടുള്ള കടലപ്പരിപ്പ് സുണ്ടലാണ്. ഇത് 6ാമത്തെ പ്രസാദ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തലേന്ന് രാത്രി തന്നെ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ കുതിർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 വിസിലിന് വേവിച്ചെടുത്താലും മതി. ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. ഇത് പൊലുപൊലാന്ന് വേണം ഉണ്ടാവാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു ചീഞ്ചട്ടി വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 പച്ചമുളക്, 2-3 കപ്പലമുളക് പൊട്ടിച്ചിട്ടത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടാട്ടോ വേവിച്ചെടുത്തത്, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഉപ്പ് ചേർക്കണില്ല. 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് ഫൈനലായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കടലപ്പരിപ്പ് സുണ്ടൽ റെഡിയായി. ഒരു കാര്യം മാത്രമേ ഇതിന് ശ്രദ്ധിക്കാനുള്ളൂ, കടലപ്പരിപ്പിൻ്റെ വേവ്. അത് ഒരുപാട് വെന്ത് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ സ്വാദ് കിട്ടില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.